30 കോടിയിൽ ഒരുങ്ങിയ ഒരു സൂപ്പർ ഹീറോ ചിത്രം മോളിവുഡിനെ ഇന്ത്യൻ സിനിമയുടെ നെറുകയിലെത്തിക്കുന്ന കാഴ്ചക്കാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങൾ സാക്ഷിയായത്. 250 കോടി മറികടന്ന് കുതിപ്പ് തുടരുന്ന ലോകയിലൂടെ രാജ്യത്തെ സിനിമാ പ്രേമികൾക്കിടയിൽ വീണ്ടും മലയാള സിനിമ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. മലയാളം എന്നാൽ ക്വാളിറ്റി എന്ന ആപ്തവാക്യം ആവർത്തിക്കുകയാണ് ബോളിവുഡും കോളിവുഡുമെല്ലാം. മലയാളത്തിൽ മാത്രം എങ്ങനെയാണ് ഇത്തരം സിനിമകൾ സംഭവിക്കുന്നത്? ആ ചോദ്യം രാജ്യത്തെ പ്രമുഖ സിനിമാ പ്രവർത്തകർ പോലും ചോദിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. കണ്ടന്റിൽ കിങ് എന്ന വിശേഷണം പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ മലയാളത്തിനുണ്ടെങ്കിലും കോടി ക്ലബ്ബുകൾ മോളിവുഡിനെ തേടിയെത്തിയിട്ട് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ മോളിവുഡാണ് ഇന്ന് തുടർച്ചയായി 200 കോടികൾ കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ പുതുചരിതം രചിക്കുന്നത്. ഈ വർഷത്തെ കളക്ഷൻ നേട്ടത്തിൽ ആദ്യ 10-ൽ 2 എണ്ണം മലയാള സിനിമയാണ്. ആമിർ ഖാൻ ചിത്രത്തിന് മുകളിൽ, അക്ഷയ് കുമാർ ചിത്രത്തിന് മുകളിൽ, കമൽഹാസൻ ചിത്രത്തിന് മുകളിൽ. അങ്ങനെ 2025 മലയാള സിനിമയുടേതാകുന്ന കാഴ്ച. ലോകയുടെ വരും ചാപ്റ്ററുകൾക്കായി ബോളിവുഡ് പോലും കാത്തിരിക്കുകയാണിപ്പോൾ. നീലിയും ചാത്തനും ഒടിയനുമെല്ലാം ഇപ്പോഴേ ഫാൻ ഫേവറേറ്റുകളാണ്. ഉടൻ തന്നെ അതിനായുള്ള വർക്കുകൾ ആരംഭിക്കുമെന്നാണ് സംവിധായകൻ പറയുന്നതും. കാത്തിരിപ്പ് അധികം നീളില്ലെന്ന് സാരം. സുവർണ്ണ കാലഘട്ടത്തിലൂടെ കടന്നുപോകുന്ന മലയാളത്തിൽ ഇനി വരാനിരിക്കുന്നതും പ്രോമിസിംഗ് സിനിമകളാണ്. മോഹൻലാലും മമ്മൂട്ടിയും പൃഥ്വിരാജും ദുൽഖറുമെല്ലാം അടുത്തു തന്നെ പുത്തൻ സിനിമാറ്റിക് എക്സ്പീരിയൻസുകളുമായി നമ്മുടെ മുൻപിലെത്തും. മലയാളത്തിലെ അപ്കമിംഗ് ഹൈലി ആൻറ്റിസിപ്പേറ്റഡ് മൂവീസ് ഏതൊക്കെയെന്ന് പരിശോധിക്കാം. തുടരുമിൻ്റെ കളക്ഷനെ വെട്ടി ലോക എമ്പുരാന്റെ റെക്കോർഡിനോട് അടുക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആകുന്നൊരു വാചകമുണ്ട്. ദൃശ്യം വെച്ച് മോഹൻലാൽ തന്നെ ഈ റെക്കോർഡ് തൂക്കും. കൾട്ട് ക്ലാസിക് ക്രിമിനൽ 4ാം ക്ലാസ്സുകാരൻ ജോർജ് കുട്ടി തൻ്റെ 3ാം വരവിന് തയ്യാറെടുക്കുകയാണ്. ദൃശ്യം 3 തന്നെയാണ് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന മലയാള സിനിമയെന്ന് നിസ്സംശയം പറയാം. ആദ്യ 2 ഭാഗങ്ങൾ നേടിയ സ്വീകാര്യത തന്നെ അതിനു കാരണം. മലയാളത്തിലെ ആദ്യ 50 കോടി ചിത്രത്തിന്റെ 2ാം ഭാഗം OTT റിലീസായതിനാൽ നിരാശയിലായിരുന്നു പ്രേക്ഷകർ. 3ാം ഭാഗത്തിന്റെ വരവോടെ ആ പരാതി പരിഹരിക്കപ്പെടുമെന്ന് ഉറപ്പിക്കാം. മലയാളത്തിനോടൊപ്പം ഹിന്ദി വെർഷനും ഒരേ സമയം പുറത്തിറക്കണമെന്ന് ബോളിവുഡിൽ നിന്ന് ആവശ്യപ്പെട്ടതായി ജീത്തു ജോസഫ് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ അങ്ങനെ സംഭവിച്ചാൽ മലയാളത്തിന്റെ കളക്ഷനെ അത് സാരമായി ബാധിച്ചേക്കും. എന്തൊക്കെയായാലും മലയാളത്തിന്റെ തട്ട് താണു തന്നെ ഇരിക്കുമെന്ന പ്രതീക്ഷ ഓരോ പ്രേക്ഷകനുമുണ്ട്. സിനിമയുടെ ഷൂട്ട് ഉടൻ ആരംഭിക്കും. അടുത്ത വർഷമാകും ദൃശ്യം എത്തുക. അനൗൺസ് ചെയ്തത് മുതൽ ടോക്ക് ഓഫ് ദി ടൗൺ ആയി തുടരുന്ന ഒരു ചിത്രമുണ്ട്. ഓരോ അപ്ഡേറ്റിലും കാണാനുള്ള ത്വര വർദ്ധിപ്പിക്കുന്നൊരെണ്ണം. ഏറെ നാളായി മലയാളികൾ കാത്തിരിക്കുന്നതും മൂപ്പരുടെ വരവിനാണ്. മമ്മൂട്ടിക്കായി, കളങ്കാവലിനായി. സിനിമയെക്കുറിച്ച് പല അഭ്യൂഹങ്ങളാണുള്ളത്. പരീക്ഷണ ചിത്രങ്ങൾ തുടർച്ചയായി ഇപ്പോൾ മോളിവുഡിൽ വരുമ്പോൾ അതിനെല്ലാം തുടക്കമിട്ട മെഗാസ്റ്റാറിന്റെ പുത്തൻ പരീക്ഷണമാണ് കളങ്കാവൽ. സിനിമയിൽ വിനായകൻ നായകനാകുമ്പോൾ വില്ലനായാണ് മമ്മൂട്ടിയുടെ വരവ്. ടീസറിൽ കൂളിംഗ് ഗ്ലാസ് മാറ്റിയുള്ള ആ നോട്ടത്തിൽ തന്നെ വില്ലനിസത്തിന്റെ മമ്മൂട്ടീസം പ്രകടമാണ്. സിനിമ ഇറങ്ങുമ്പോൾ അതിന്റെ പീക്ക് കാണാമെന്നുറപ്പ്. ജിതിൻ കെ ജോസ് ഒരുക്കുന്ന ചിത്രം ഈ വർഷം തന്നെ റിലീസിനെത്തും. മഹേഷ് നാരായണൻ ഒരുക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ട് അടുത്ത മാസം പുനരാരംഭിക്കുമെന്ന് കുഞ്ചാക്കോ ബോബൻ വെളിപ്പെടുത്തിയിരുന്നു. മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര തുടങ്ങി വൻ സ്റ്റാർ കാസ്റ്റിലാണ് സിനിമയുടെ വരവ്. വർഷങ്ങൾക്കിപ്പുറം മമ്മൂട്ടി മോഹൻലാലും ഒന്നിക്കുന്നു എന്നത് തന്നെയാണ് സിനിമയുടെ ഹൈലൈറ്റ്. സിനിമയുടെ പേര് പേട്രിയറ്റ് എന്നാണെന്ന് മോഹൻലാൽ വെളിപ്പെടുത്തിയിരുന്നു. കൊത്തയ്ക്ക് ശേഷമുള്ള ദുൽഖറിന്റെ മലയാളത്തിലേക്കുള്ള തിരിച്ചുവരവ് നഹാസ് ഹിദായത്തിന്റെ അയാം ഗെയിമിലൂടെയാണ്. ലോകയിൽ ഒടിയനായി നിമിഷനേരം മാത്രം വന്നുപോയപ്പോൾ പ്രേക്ഷകർ അതിനെ 2 കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. അയാം ഗെയിമിന്റെ ഹൈപ്പ് കൂടിയാണ് ആ നിമിഷം തൊട്ട് ഉയർന്നത്. പെപ്പെ, മിഷ്കിൻ, കതിർ തുടങ്ങി വലിയ സ്റ്റാർ കാസ്റ്റിലാണ് സിനിമ ഒരുങ്ങുന്നത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. എമ്പുരാന് ശേഷം പൃഥ്വി എത്തുന്നത് ഡബിൾ മോഹനായി വിലായത്ത് ബുദ്ധയിലാണ്. GR ഇന്ദുഗോപന്റെ നോവലിനെ അടിസ്ഥാനമാക്കിയുള്ള സിനിമ സംവിധാനം ചെയ്യുന്നത് ജയൻ നമ്പ്യാരാണ്. പൃഥ്വിയുടെ തന്നെ ഐ നോബഡിയും ഹൈലി ആന്റിസിപ്പേറ്റഡ് സിനിമയാണ്. റൊഷാക്കിന് ശേഷം നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന സിനിമ എന്നതും ചിത്രത്തിന്റെ ഹൈപ്പ് കൂട്ടുന്നു. ആസിഫ് അലിയുടെ ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ചിത്രം ടിക്കി ടാക്ക ഷൂട്ടിംഗ് സ്റ്റേജിലാണ്. രോഹിത് VS സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നസ്ലനും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഒരു പക്ക അടിപ്പടമെന്നാണ് ആസിഫ് ചിത്രത്തെക്കുറിച്ച് പറയുന്നത്. കുറച്ചു കാലമായി ഇൻഡസ്ട്രിയിൽ ആസിഫിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. രേഖാചിത്രവും കിഷ്കിന്താകാണ്ഡവും അഡിയോസ് അമിഗോയുമെല്ലാം ആ സെലക്ഷനിൽ വന്ന മനോഹര സിനിമകളാണ്. അതിലേക്കുള്ള പുതിയ എൻട്രിയായി ടിക്കി ടാക്ക മാറുമെന്ന് പ്രതീക്ഷിക്കാം. അതേസമയം ആസിഫ് അലി, ജിത്തു ജോസഫ് കോംബോയിലെത്തുന്ന ത്രില്ലർ ചിത്രം മിറാഷ് സെപ്റ്റംബർ 19-നാണ് റിലീസ് ചെയ്യുന്നത്. തിരയ്ക്കു ശേഷം മറ്റൊരു ത്രില്ലറുമായി വീണ്ടും വിനീത് ശ്രീനിവാസൻ എത്തുകയാണ്. വർഷങ്ങൾക്ക് ശേഷത്തിന് ലഭിച്ച ട്രോളുകളും ക്രിഞ്ചെന്ന പരിഹാസവുമെല്ലാം കരത്തിലൂടെ ആ സംവിധായകൻ മാറ്റുമെന്ന് പ്രതീക്ഷിക്കാം. നോബിൾ തോമസ് നായകനാകുന്ന സിനിമയുടെ ട്രെയിലർ ആ പ്രതീക്ഷ നൽകുന്നുമുണ്ട്. മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് ഇവാൻ മുക്കാമനോവിച്ചും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഭ്രമയുഗത്തിന് ശേഷം വീണ്ടും ഒരു ഹൊറർ ചിത്രവുമായാണ് രാഹുൽ സദാശിവന്റെ വരവ്. പ്രണവ് മോഹൻലാൽ നായകനാകുന്ന ഡയസ് സീറെ. ചെയ്ത സിനിമകളെല്ലാം തന്ന ക്വാളിറ്റി തന്നെയാണ് രാഹുലിന്റെ പുത്തൻ പരീക്ഷണത്തിനായി കാത്തിരിക്കാനുള്ള കാരണവും. പുറത്തിറങ്ങിയ ടീസർ അതിഭീകര ഭയം ജനിപ്പിക്കുന്നതായിരുന്നു. മറ്റൊരു ഗംഭീര ഹൊറർ ചിത്രം നൽകാൻ രാഹുലിനാകട്ടെ. ലോകയിൽ വന്നുപോയ കത്തനാർ നേടിയ കയ്യടിയുണ്ട്. ആ കഥാപാത്രത്തോട് പ്രേക്ഷകർക്കുള്ള ഇഷ്ടമാണ് ആ കയ്യടിക്ക് കാരണം. റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന ജയസൂര്യ കത്തനാറായി എത്തുന്ന ചിത്രം ഉടൻ തന്നെ റിലീസിനെത്തും. മലയാളത്തിലെ മറ്റൊരു ഫാന്റസി പരീക്ഷണമായ ചിത്രം വിജയം കണ്ടാൽ വീണ്ടും ഒരു ബോക്സ് ഓഫീസ് തൂക്കിയടി പ്രതീക്ഷിക്കാം. ജയസൂര്യയുടെ തന്നെ ആട് 3യും ഏറെ പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രമാണ്. ഷെയ്ൻ നിഗത്തിന്റെ ബൾട്ടി, ജയറാമും കാളിദാസും ഒന്നിക്കുന്ന ആശകളായിരം, തരുൺ മൂർത്തിയുടെ ടോർപിഡോ, നസ്ലന്റെ മോളിവുഡ് ടൈംസ്, പെപ്പയുടെ കാട്ടാളൻ, മോഹൻലാൽ ഡാൻ ഓസ്റ്റിൻ ചിത്രം. അങ്ങനെ മോളിവുഡിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സിനിമകൾ വിരലിലെണ്ണാവുന്നതിനും അപ്പുറമാണ്. അവയിൽ മിക്കതും ഓഫർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ വളരെ ഹ്യൂജാണ്. കോടി ക്ലബ്ബുകളിൽ പുത്തൻ റെക്കോർഡുകൾ തീർക്കാൻ ഇവയ്ക്കെല്ലാം ആകും. ഇപ്പോഴത്തേതുപോലെ വരും നാളുകളും മലയാള സിനിമയുടേതാകട്ടെ. റെക്കോർഡുകൾ തിരുത്തപ്പെടട്ടെ.